Hi friends, ഇപ്പോൾ നമ്മൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്തിനെ പറ്റിയിട്ടുള്ളതാണെന്നുള്ളത് അല്ലേ. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഫാസ്ടാഗിനെ പറ്റിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഡെലീഷ്യസ് ഡെസ്റ്റിനീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാവൽ അല്ലെങ്കിൽ ഒരു ഫുഡ് ചാനൽ എന്തിനാണ് ഈ ഫാസ്ടാഗിനെ പറ്റി സംസാരിക്കുന്നതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. നമ്മളെല്ലാവരും സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ നമ്മൾ പല സ്ഥലത്തും ടോൾ കൊടുത്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കേരളത്തിലാണെങ്കിലും അല്ലെങ്കിലും. അപ്പം ഈ ടോളിനെ പറ്റിയിട്ട് ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഫാസ്ടാഗിനെ പറ്റി ഇപ്പോൾ ഒരു വീഡിയോ ഉണ്ടാക്കിയത്. അതായത് 2019 ഡിസംബർ 1 മുതൽ 4 ചക്ര വാഹനം മുതൽ അങ്ങോട്ട് എല്ലാ വാഹനങ്ങൾക്കും ഇന്ത്യയിൽ ഫാസ്ടാഗ് നിർബന്ധമാക്കി. അപ്പോൾ എന്താണ് ഫാസ്ടാഗ്, അല്ലെങ്കിൽ ഫാസ്ടാഗ് എങ്ങനെ കിട്ടും, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യും, എങ്ങനെ അത് റീചാർജ് ചെയ്യും, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഞാൻ മനോജ് കുമാർ, വെൽക്കം ടു ഡെലിഷ്യസ് ഡെസ്റ്റിനീസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി എന്താണ് ഫാസ്ടാഗ്. അപ്പോൾ ഫാസ്ടാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക്കലി നമ്മൾ ടോളിന് പകരം യൂസ് ചെയ്യുന്ന ഒരു പ്രീപെയ്ഡ് ആയിട്ടുള്ളൊരു അക്കൗണ്ടാണ് ഫാസ്ടാഗ്. അപ്പോൾ നമ്മളത് 3 സ്ഥലത്ത് നിന്ന് നമുക്കിത് വാങ്ങാൻ പറ്റും. ഒന്ന് നമ്മളുടെ ബാങ്കുകളിൽ നിന്ന് വാങ്ങാൻ പറ്റും, അതേമാതിരി തന്നെ നമ്മളുടെ ടോൾ പ്ലാസകളിൽ നിന്ന് വാങ്ങാൻ പറ്റും, അല്ലാതെ നമ്മൾ ഓൺലൈൻ സൈറ്റുകളായിട്ടുള്ള നമ്മൾ പേടിഎം അതേമാതിരി ആപ്ലിക്കേഷൻസിൽ നിന്നൊക്കെ നമുക്ക് ഈ ഫാസ്ടാഗ് വാങ്ങാൻ പറ്റും. ബാങ്കിൽ നിന്ന് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ പറ്റുന്നത് നമ്മളെ ബാങ്കുകളിൽ നിന്നാണ്. അപ്പോൾ ബാങ്കുകളുടെ ലിങ്കുകളുണ്ട്, ഫാസ്ടാഗ് ലിങ്കുകളുണ്ട്, ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ICICI ബാങ്ക് ആണെങ്കിലും ഫെഡറൽ ബാങ്ക് ആണെങ്കിലും SBI ആണെങ്കിലും എല്ലാത്തിനും നമുക്ക് ഫാസ്ടാഗിന് വേണ്ടി ഓരോരോ സ്പെഷ്യലായിട്ടുള്ള ലിങ്കുകളുണ്ട്. ആ ഒരു ലിങ്കിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ട് നമ്മളുടെ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ RCയുടെ ഡീറ്റെയിലും നമ്മളെ അഡ്രസ് പ്രൂഫിനുള്ള എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സും, അതുപോലെ നമ്മളെ വണ്ടിയുടെ ഇപ്പം 4 ചക്ര കാറാണെന്നുണ്ടെങ്കിൽ കാറിൻ്റെ ഫ്രണ്ടിലത്തെ ഫോട്ടോയും അതേമാതിരി ബാക്ക് സൈഡിലെ ഫോട്ടോയും നമ്മൾ ഈ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റലായിട്ട് ഏകദേശം ഒരു 12-13 ദിവസം കൊണ്ട് നമുക്ക് ഫാസ്ടാഗ് വീട്ടിൽ വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫാസ്ടാഗിൻ്റെ പ്രൊസീജിയർ. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടോൾ പ്ലാസകളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോൾ പ്ലാസിന് തൊട്ട് സമീപത്തായിട്ട് ഫാസ്ടാഗ് കൗണ്ടറുകളുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പൈസ 500 രൂപയാണ് മിനിമം ചാർജ്. 500 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാസ്ടാഗ് നമുക്ക് ഓൺ ദി സ്പോട്ടിൽ തന്നെ കൈ കിട്ടും. മൈ ഫാസ്ടാഗ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ആൻഡ്രോയിഡിലും iOS-ലും. ആദ്യം അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർഫേസ് കാണാം. അത് ഫാസ്ടാഗ് എന്ന് പറഞ്ഞൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മൾ ബാങ്ക് ത്രൂ പർച്ചേസ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിലെല്ലാ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ നമുക്കതിൽ ഏത് ബാങ്കാണ് വേണ്ടതെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഫെഡറൽ ബാങ്കാണ് ക്ലിക്ക് ചെയ്തത്. അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിൽ അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു വെബ് പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ്, അതേമാതിരി വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ്, RCയിലെ ഡീറ്റെയിൽസ്, അതേമാതിരി തൊട്ടടുത്ത് വെഹിക്കിളിൻ്റെ ഫോട്ടോ ഡീറ്റെയിൽസ്, ഇത്രയും സാധനങ്ങൾ ഫില്ല് ചെയ്തതിനു ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്തതിൻ്റെ അപ്പം തന്നെ പേയ്മെൻറ്റിനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പം 500 രൂപയാണ് ചാർജ്. നമുക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-15 ദിവസത്തിനകം നമുക്ക് ഫാസ്ടാഗ് വീട്ടിൽ വരും. ഇപ്പോൾ ഞാൻ ഫെഡറൽ ബാങ്ക് ത്രൂ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബാങ്ക് ത്രൂവും പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ പേടിഎം വഴിയാണെങ്കിൽ പേടിഎം വഴിയും പർച്ചേസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 12 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫാസ്ടാഗ് തിരിച്ചെത്തും. അപ്പോൾ ഈ ഫാസ്ടാഗ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് എവിടെയാണെന്നാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. നമുക്ക് ഫാസ്ടാഗ് ഫിക്സ് ചെയ്യേണ്ടത് കാറിൻ്റെ വിൻഷീൽഡിലാണ്. ഞാൻ വാങ്ങിയത് ഫെഡറൽ ബാങ്കിൻ്റെ ഫാസ്ടാഗ് ആയതുകൊണ്ടാണ് ഞാൻ ഫെഡറൽ ബാങ്കിനെ പറ്റി പറയുന്നത്. ഏത് വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല, എല്ലാം ഒരേമാതിരി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാസ്ടാഗ് വർക്ക് ചെയ്യുന്നത് റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ടെക്നോളജി, അതായത് RFID ടെക്നോളജി വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളുടെ കാറിൻ്റെ വിൻഷീൽഡിൽ ഒട്ടിക്കുന്ന നമ്മുടെ ഫാസ്ടാഗിൻ്റെ ഒരു യൂണിക് നമ്പർ ഉണ്ട്. ഇത് നമ്മുടെ ടോൾ ബൂത്തിൽ എത്താൻ നേരത്ത് ഈ ഒരു യൂണിക് നമ്പർ RFID ടെക്നോളജി വെച്ച് സ്കാൻ ചെയ്യും. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇതിൻ്റെ പൈസ ഡിഡക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടോൾ ബൂത്തിൽ കൂടുതൽ സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ ഫാസ്റ്റായിട്ട് നടക്കും. അത് ക്യൂ ഫ്രീ ആണ്. അപ്പം ഇത് വരുന്ന അപ്ഡേറ്റ് എന്നുണ്ടെങ്കിൽ ഇനി ഡിസംബർ 1 മുതൽ ഇപ്പോൾ നമ്മളെ ടോൾ പ്ലാസകളെല്ലാം തന്നെ 8 ലൈനാണ്, അതായത് 4 ലൈൻ വൺ സൈഡും 4 ലൈൻ ഡബിൾ സൈഡും. അപ്പോൾ ആ 4 ലൈനിൽ 3 ലൈനും ഫാസ്ടാഗ് ആയിരിക്കും ഇനി മുതൽ. ഒരു ലൈൻ മാത്രമേ ഫാസ്ടാഗ് അല്ലാതിരിക്കുകയുള്ളൂ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഫാസ്ടാഗ് ഡിസംബർ 1 മുതൽ എടുക്കാത്ത ആൾക്കാർ നമ്മളുടെ സിംഗിൾ ലൈനിൽ കൂടെ പാസ് ചെയ്യേണ്ടി വരും ചെയ്യും. അതേമാതിരി തന്നെ ടോൾ എന്ന് പറഞ്ഞാൽ
ഇരട്ടിയായിരിക്കും. നോർമലി നിങ്ങളിപ്പോൾ 100 രൂപ കൊടുക്കുന്ന ടോളാണെന്നുണ്ടെങ്കിൽ അത് 200 രൂപ കൊടുത്തിട്ട് മാത്രമേ നിങ്ങൾക്ക് ഈ ഇതിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഒരു പ്രശ്നമുള്ളത്. 500 രൂപയാണ് നമുക്ക് ഫാസ്ടാഗ് എടുക്കുന്നതെങ്കിൽ മിനിമം നമുക്ക് ചിലവാക്കേണ്ടത്. ഇതിൽ 99.12 രൂപയാണ് ഫാസ്ടാഗ് ചാർജ്. ബാക്കി 200 രൂപ എന്നുള്ളത് നമ്മളുടെ ഒരു റീഫണ്ടബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റാണ്. ബാക്കി 200 രൂപ മാത്രമേ നമ്മളെ അക്കൗണ്ടിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫാസ്ടാഗ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ അക്കൗണ്ടിൽ മിനിമം 200 രൂപ പൈസ വേണം. അപ്പോൾ നമുക്ക് ഈ ഫാസ്ടാഗ് റീചാർജ് ചെയ്യണം. അപ്പം 200 രൂപയാണ് മിനിമം നമ്മളെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കേണ്ടത് ഫാസ്ടാഗ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പം 200 രൂപയിൽ താഴെ നമ്മളെ അക്കൗണ്ട് എപ്പം താഴെ പോകുന്നോ ഓൺ ദി സ്പോട്ട് നമ്മൾ റീചാർജ് ചെയ്യാം. റീചാർജ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളത് പോയിട്ടൊന്ന് കണ്ടുവരും. മൈ ഫാസ്ടാഗ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ തന്നെയാണ് റീചാർജ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് ത്രൂ ഉള്ള ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എല്ലാ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് വരും. ഞാൻ ഫെഡറൽ ബാങ്കാണ് യൂസ് ചെയ്തത്, അതുകൊണ്ട് ഫെഡറൽ ബാങ്കിൽ ക്ലിക്ക് ചെയ്തു. ഫെഡറൽ ബാങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഒരു വിൻഡോ ഓപ്പണായി വരും. ആ വിൻഡോയിൽ നമ്മൾ കസ്റ്റമർ ലോഗിനിൽ പോവാം. ലോഗിൻ ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ മൊബൈൽ നമ്പറും ആ ക്യാപ്ചയും എൻ്റർ ചെയ്യാനുള്ളൊരു ഇൻ്റർഫേസ് വരും. അപ്പോൾ നമ്മൾ മൊബൈൽ നമ്പറും ആ ക്യാപ്ചയും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലൊരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ റീചാർജ് പേജിലേക്ക് കയറി ചെല്ലും. അപ്പം നമുക്ക് റീചാർജിൻ്റെ മെയിൻ ഇൻ്റർഫേസ് പേജിലെത്തി. അപ്പോൾ ഇവിടെ നമ്മൾ ഹിസ്റ്ററി നമുക്ക് കാണാം. അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് റീലോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ റീലോഡിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ റീലോഡിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻ്റർഫേസ് വരും. അതിൽ ഏറ്റവും താഴെയായിട്ട് നമ്മൾ റീചാർജ് എമൗണ്ട് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. ആ എമൗണ്ട് നമ്മൾ എൻ്റർ ചെയ്യാം. എന്നിട്ട് റീചാർജ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഞാൻ 20 രൂപയാണ് റീചാർജ് ചെയ്യുക, നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ നമുക്ക് ഏത് ഇൻ്റർനെറ്റ് ബാങ്കിങ് വേണമെങ്കിൽ അങ്ങനെ, ക്രെഡിറ്റ് കാർഡ് വഴിയാണെങ്കിൽ അങ്ങനെ, ഏത് രീതിയിൽ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ആണ് സെലക്ട് ചെയ്തത്. അപ്പോൾ എൻ്റേത് ICICI ബാങ്ക് ആയതുകൊണ്ട് ഞാൻ ICICI ബാങ്കിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്തു. പിന്നെ നമുക്ക് നോർമൽ പ്രൊസീജിയർ തന്നെ, അതിൻ്റെ യൂസർ ID പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ റീചാർജ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കാം. ഇങ്ങനെയാണ് നമ്മളൊരു ഫാസ്ടാഗ് റീചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഫാസ്ടാഗ് എന്നുണ്ടെങ്കിൽ വെറുതെ ഒരു ടോൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം മാത്രമല്ല. അപ്പോൾ ഇതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടീൻ്റെ ഏകദേശം ഒരു ആധാർ കാർഡ് മാതിരിയാണ്. ഈ വണ്ടി ഏകദേശം ഏതൊക്കെ ടോൾ കടന്നു, അല്ലെങ്കിൽ എത്ര രൂപ ടോൾ കൊടുത്തു, ഏതൊക്കെ ഭാഗത്ത് പോയി എന്നൊക്കെ നമുക്ക് ഫാസ്ടാഗിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റും. ഈ ഫാസ്ടാഗിനെ പറ്റിയിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേമാതിരി നമ്മൾ ട്രാവലായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റ്സ്, അതായത് ഫാസ്ടാഗ് മാതിരി എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചാനലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണാം. അപ്പം എല്ലാവരും ഡിജിറ്റലിലേക്ക് മാറുക. ഫാസ്ടാഗ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്മൂത്താണ്. ഇപ്പം ഒരു അപ്ഡേറ്റ് കൊണ്ട് കേൾക്കുന്നത് 5% നമ്മളെ ടോട്ടൽ ടോളിൻ്റെ ക്യാഷ് ബാക്ക് ഈ ഫാസ്ടാഗിന് ഉണ്ടെന്നാണ്. അപ്പോൾ ഫാസ്ടാഗിനെ പറ്റിയിട്ടുള്ള ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേമാതിരി ഇതേപോലുള്ള കിടിലൻ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഡെലീഷ്യസ് ഡെസ്റ്റീസ് എന്ന് പറഞ്ഞ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ ഫാസ്ടാഗിനെ പറ്റിയിട്ടുള്ള ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാൻ വേണ്ടി ഡെലീഷ്യസ് ഡെസ്റ്റനീസിൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യാം.